വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ ഫുഡ് പോയ്സൺ അടിച്ച് 2 ദിവസം ഞാൻ കിടപ്പിലായി. ആദ്യം ബോഡി ഷിവറിങ്ങും ഒക്കെ കാരണം ഫുഡ് പോയ്സൺ ആണോ പനിയാണോ എന്താന്ന് പോലും അറിയില്ല. എന്നാ പിന്നെ ഡോക്ടറിനെ കാണിക്കാന്ന് വെച്ച് കൊണ്ടുപോയപ്പോ ഡോക്ടറിനും അറിയില്ല എന്താന്ന്. അതുകൊണ്ട് എന്തൊക്കെയൊക്കെയോ ആന്റിബയോട്ടിക്സും പെയിൻ കില്ലറും പണ്ടാരങ്ങളും ഒക്കെ എഴുതി അങ്ങോട്ട് തന്നിട്ടുണ്ട്. ഹാർട്ട് അറ്റാക്ക് വന്നാൽ പോലും എഴുതി കൊടുക്കുന്ന ഫ്രഷ് സാധനമായ ഗ്യാസിന്റെ ഗുളികയും തന്നായിരുന്നു. കണ്ട സാധനങ്ങളെല്ലാം വലിച്ചു വാരി തിന്നിട്ടാണ് ഈ ഫുഡ് പോയ്സൺ വന്നത് എന്നാരും കമന്റ് ഇട്ട് ബുദ്ധിമുട്ടണമെന്നില്ല. കാരണം എന്റെ വീട്ടിൽ എല്ലാവരും കഴിച്ച സാധനങ്ങൾ തന്നെ ഞാനും കഴിച്ചത്. അവർക്കില്ലാത്ത പ്രശ്നമാണ് എനിക്ക് വന്നത്. പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ ഈ ഗുളിക കഴിക്കുന്നതിന് മുന്നേ വരെ ഒരു പ്രശ്നമില്ലായിരുന്നു. ഈ ഗുളിക കഴിച്ചതിന് ശേഷം ഈ കാണുന്ന സ്ഥലത്ത് ഞാൻ 2 ദിവസത്തേക്ക് വാടകയ്ക്ക് താമസിക്കുമായിരുന്നു. 2 ദിവസം ഫുൾ കിടപ്പിലായിരുന്നു. അതുകൊണ്ട് ഇന്നാണ് ഒന്ന് തലയൊക്കെ പൊക്കി ഒന്ന് ഇരുന്നത്. പക്ഷെ എണീറ്റ് നിൽക്കുമ്പോൾ ചെറുതായിട്ട് തലകറക്കമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇന്ന് കോളേജിലൊന്നും പോവാതെ ഒരു ദിവസം കൂടെ റെസ്റ്റ് എടുത്തിട്ട് പോവാന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഒരു ഫിലിം ഒക്കെ കണ്ടുകൊണ്ടിരുന്നു. പിന്നെ ഫുഡ് പോയ്സൺ വന്നു കഴിഞ്ഞാൽ കഴിക്കാൻ വേണ്ടി ഒന്നും തോന്നത്തില്ല, എന്തെങ്കിലുമൊക്കെ കുടിക്കാനാണ് എനിക്ക് എപ്പോഴും തോന്നുന്നത്. പിന്നെ ഇതൊക്കെ വന്ന് നമ്മൾ തീർന്നാലും നമുക്ക് ചെയ്യാനുള്ള പണി തീരുമല്ലോ. എന്തൊക്കെയൊക്കെയോ ആക്കി വെച്ചിട്ടുണ്ട് ചെയ്യാനുള്ള വർക്കൊക്കെ. ഇതിൽ കൂടുതൽ ചെയ്യാൻ നിന്നാൽ ഞാൻ എന്തായാലും തലകറങ്ങി വീഴും.